നമസ്കാരം. പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞ് ഒടുവിൽ പുലി വന്നിരിക്കുന്നു. പറഞ്ഞു വരുന്നത് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ ഇ.ഡി. സമൻസ് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വരുന്ന 12-ാം തീയതി വെള്ളിയാഴ്ച കൊച്ചിയിൽ ഇ.ഡിയുടെ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ഏതാണ്ട് 10ഓളം രേഖകളുമായി ഹാജരാകണം എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് സമൻസ്. കുറേ കാലങ്ങളായി ഇത്തരത്തിലുള്ളൊരു വാർത്ത ജനം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏത് നിമിഷവും ഇ.ഡി. വീണ വിജയനെ ചോദ്യം ചെയ്യും എന്നൊക്കെയുള്ള വാർത്തകൾ പരക്കുമ്പോൾ ജനം എപ്പോഴും ചോദിക്കാറുണ്ട്, പുലി വരുന്നേ എന്ന് പറയുന്നതല്ലാതെ മറ്റൊന്നും കാണുന്നില്ലല്ലോ എന്ന്. എന്നാൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ പുലി വന്നു എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തുള്ള ബേക്കറി ജംഗ്ഷനുള്ള വീട്ടിൽ ഇ.ഡി. റെയ്ഡ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 8.5 മണിക്കൂർ നേരം നീണ്ട റെയ്ഡിനൊടുവിൽ വീണ വിജയന്റെ വിലപ്പെട്ട പല രേഖകളും ഇ.ഡി. അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി. ഡിജിറ്റൽ തെളിവുകളടക്കം വിശദമായ പല രേഖകളുമാണ് CMRL മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇ.ഡി. കടത്തിക്കൊണ്ടുപോയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 242-ലധികം ബാങ്ക് അക്കൗണ്ടുകൾ ഇ.ഡി. കണ്ടുകെട്ടിയതിൽ വീണ വിജയന്റെ അക്കൗണ്ടും ഉണ്ടായിരുന്നു. വീണ വിജയന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 18 കോടി രൂപയോളം ഇ.ഡി. കണ്ടുകെട്ടിയിട്ടുണ്ട്. അത്തരം ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇ.ഡിയുടെ കാര്യക്ഷമമായ അന്വേഷണം മുന്നോട്ട് പോകുന്നതായി തന്നെയാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ അന്ന് ഇ.ഡി. ഉദ്യോഗസ്ഥർ വീണ താമസിക്കുന്ന പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്ത് പുറത്തേക്ക് പോകുമ്പോൾ അവർക്കെതിരെ CPM നേതാക്കളും മുൻ മന്ത്രിമാരുമെല്ലാം വലിയ പ്രതിഷേധമാണ് തെരുവിൽ തീർത്തത്, വലിയ പ്രതിരോധമാണ് തീർത്തത്. അവർക്കെതിരെ വെള്ള നിറച്ച കുപ്പികളും ചീമുട്ടയേറ്, അതുപോലെ ഹെൽമറ്റ്, കമ്പ്, വടികൾ എന്നിവ വലിച്ചെറിയുകയും അവർ സഞ്ചരിച്ചിരുന്ന കാറ് തകർക്കുകയും ആ കാറിൻ്റെ ചില്ല് തുളഞ്ഞു കയറി ഡ്രൈവറുടെ കണ്ണിന് പരിക്കേൽക്കുകയും എല്ലാം ചെയ്തു. ഇ.ഡി. ഉദ്യോഗസ്ഥർക്കെതിരെ വധശ്രമം നടത്തി CPM പ്രവർത്തകർ എന്ന് തന്നെയാണ് പിന്നീട് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അതിൽ ഏതാണ്ട് 36 പേരോളം ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. കണ്ടാലറിയാവുന്ന 300 പേർക്കും കേസെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു വഴിത്തിരിവിലേക്ക് മാറിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് PMLA കോടതിയിൽ കൊച്ചിയിൽ ഇ.ഡി. ഇന്നലെ നിർണായകമായ ഒരു ഹർജി കൊടുക്കുന്നത്. അതായത് CMRLും വീണ വിജയന്റെ കമ്പനിയുമായ എക്സാലോജിക്കും തമ്മിൽ നടന്നിരിക്കുന്ന അനധികൃത പണ ഇടപാടുകളുടെ രേഖകൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ച രേഖകൾ ഇ.ഡിക്ക് കൈമാറണം എന്ന ആവശ്യമായിരുന്നു PMLA കോടതിയിൽ ഇ.ഡി. ആവശ്യപ്പെട്ടത്. ആ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. ഏതാണ്ട് 54 വോള്യങ്ങളിലായി 134 അധികം രേഖകളും അനുബന്ധ തെളിവുകളും തന്നെയാണ് ഇപ്പോൾ ഇ.ഡിക്ക് കൈമാറുന്നത്. അതിന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഭാഗത്തു നിന്ന് സമ്മതവും ഉണ്ടായി എന്നുള്ളതാണ്. എന്നാൽ ഇവിടെയാണ് വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ചില നീക്കങ്ങൾ നടക്കുന്നത്. വീണ വിജയന് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു. അവരുടെ മുൻ ഭർത്താവായ സുനീഷ് മോഹൻലാലും വീണ ടിയും ചേർന്നാണ് അവിടെ ജോയിന്റ് അക്കൗണ്ട് തുടങ്ങിയിരുന്നത്. എന്നാൽ 2016 കാലത്ത് തന്നെ ഇവർ തമ്മിൽ വിവാഹബന്ധം വേർപെടുത്തിയിരുന്നു എന്ന് അറിയുമ്പോൾ 2019 ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുന്നത്. ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുമ്പോൾ അവസാനം അതിൽ നിന്നുണ്ടായിരിക്കുന്ന ട്രാൻസാക്ഷൻ സുനീഷിന് തന്നെയാണ് പോയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളും ഇ.ഡി. കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ വീണ്ടും ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടി വിദേശ കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ സഹായം തേടിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ അക്ഷരാർത്ഥത്തിൽ വീണ വിജയൻ വെട്ടിലാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഒരു തരത്തിലും ഇനി ഇ.ഡിയെ പ്രതിരോധിച്ചതുപോലെ CPMന് പ്രതിരോധിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും നിയമവൃത്തങ്ങളും ഒരുപോലെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം പിണറായി വിജയന്റെ മകളായതുകൊണ്ട് മാത്രം വീണ വിജയന് ഒരു ബിസിനസ് നടത്താൻ പാടില്ലായികയുണ്ടോ എന്നാണ് പിണറായി വിജയൻ നിയമസഭയിൽ ചോദിച്ചത്. അത്തരത്തിൽ യാതൊരു വിഷയങ്ങളുമില്ല. എന്നാൽ വീണ തായ്ക്കണ്ടി, വീണ ടി എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനി തുടങ്ങുമ്പോൾ ബംഗളൂരുവിൽ ആ കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ തിരുവനന്തപുരത്തുള്ള AKG സെന്ററിന്റെ അഡ്രസ്സാണ് കൊടുത്തിരുന്നത് എന്ന് പറയുന്നു. ഒരു ഉടമ മാത്രമുള്ള ഈ കമ്പനി വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഉള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്നാണ് അവരുടെ MOUവിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കരിമണൽ ഖനന കമ്പനിക്ക് എന്ത് തരത്തിലുള്ള ഒരു സേവനമാണ് വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയിൽ നിന്ന് കിട്ടുക എന്നുള്ള ചോദ്യം കൂടി ഇ.ഡി. വീണയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് തൃപ്തികരമായ മറുപടി വീണ വിജയന് നൽകാൻ സാധിച്ചിട്ടില്ല.
മാത്രമല്ല CMRL കമ്പനിക്ക് ഇതുപോലുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി അവർ മറ്റൊരു കമ്പനിയുടെ സേവനങ്ങൾ നിലവിൽ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പിന്നെ വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻ എന്ന കമ്പനിയുടെ യാതൊരു തരത്തിലുള്ള സേവനങ്ങളും CMRന് ഇല്ല എന്നുള്ളത് അവരും വ്യക്തമാക്കുന്നു. ഒരു സേവനവും നൽകിയിട്ടില്ല വീണ എന്ന് വീണയും വ്യക്തമാക്കുന്നു. ഇവിടെ ED 134 അനുബന്ധ രേഖകളുമായി വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തുമ്പോൾ വീണ വിജയൻ 10 രേഖകൾ അടക്കമുള്ള ED ആവശ്യപ്പെട്ട രേഖകളടക്കം ED ഓഫീസിലേക്ക് ചോദ്യം ചെയ്യലിന് വേണ്ടി 12-ാം തീയതി എത്തണം എന്ന് പറയുമ്പോൾ ഒരു തരത്തിലുള്ള പ്രതിരോധം തീർക്കാൻ CPMന് ആവില്ല എന്നുള്ളതാണ് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഈ ചോദ്യം ചെയ്യൽ ഒരുപക്ഷെ ഒരു ദിവസമോ 2 ദിവസമോ 3 ദിവസമോ നീണ്ടുപോയേക്കാം. EDയുടെ കസ്റ്റഡിയിൽ തന്നെ വീണ വിജയനെ ചോദ്യം ചെയ്യും. രാത്രി 11 മണിക്ക് ശേഷം ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിയമമുള്ളതിനാൽ അത്തരം ഒരു സമയത്തിലേക്ക് ചോദ്യം ചെയ്യൽ നീളുകയാണെങ്കിൽ വീണ്ടും അടുത്ത ദിവസം ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വീണ വിജയനെ EDയുടെ കസ്റ്റഡിയിൽ തന്നെ താമസിപ്പിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ സാധിക്കില്ല. മുൻപ് ഇത്തരം ചോദ്യം ചെയ്യലുകളിൽ പല ആളുകളെയും ED അങ്ങനെ കസ്റ്റഡിയിൽ താമസിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക. ഫലത്തിൽ വീണ വിജയൻ അറസ്റ്റിലാവുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ED കസ്റ്റഡിയിൽ എടുക്കുന്ന തരത്തിൽ തന്നെയായിരിക്കും ചോദ്യം ചെയ്യൽ. ഈ ചോദ്യം ചെയ്യലിന് ശേഷം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരങ്ങൾ, നിയമപരമായ ഉത്തരങ്ങൾ, തൃപ്തികരമായ ഉത്തരങ്ങൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അറസ്റ്റ് പോലുള്ള നിയമ നടപടികളിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അക്ഷരാർത്ഥത്തിൽ വീണ വിജയൻ പെട്ടിരിക്കുന്നു. അതായത് അച്ഛൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് വീണ വിജയൻ എന്ന മകൾക്ക് CMRL വെറുതെ പണം കൊടുക്കില്ല. അങ്ങനെ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായൊരു കാരണം ഉണ്ടാകും. ആ കാരണം എന്താണ് എന്നുള്ളതാണ് ED അന്വേഷിക്കുന്നത്. വീണ വിജയൻ യാതൊരു തരത്തിലുള്ള സേവനവും CMRന് ലഭ്യമാക്കിയിട്ടില്ല എന്ന് CMRലും വീണ വിജയനും ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കരിമണൽ ഖനന കമ്പനിയായ CMRലിന് ആലപ്പുഴ തോട്ടപ്പള്ളി മേഖലയിൽ നിന്നും കരിമണൽ ഖനനം ചെയ്തെടുക്കുന്നതിന് വേണ്ടി വഴിവിട്ട ചില സഹായങ്ങൾ ചെയ്തു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് മാത്രമാണ് ഖനനം ചെയ്യാനുള്ള അവകാശം ഉള്ളത് എന്നിരിക്കെ കേന്ദ്ര സർക്കാരിൻ്റെ കർശനമായ നിയമമുണ്ടായിരുന്നു 2019 സ്വകാര്യ കമ്പനികൾക്ക് ഖനനം ചെയ്യുവാനുള്ള അനുമതി കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. എന്നാൽ ആ ഉത്തരവിനെ മറികടന്നുകൊണ്ട് പിണറായി വിജയൻ ഏതാണ്ട് 1600 കോടി രൂപയുടെ കരിമണൽ ഖനനം ചെയ്യുന്നതിന് വേണ്ടി CMRലിന് അനുമതി കൊടുക്കുകയായിരുന്നു. ഈ അനുമതിയുടെ പ്രത്യുപകാരമായി ഉപകാരസ്മരണയെന്നോണം തന്നെയാണ് മകൾക്ക് 1,72,00,000 രൂപ വീണ വിജയന്റെ അക്കൗണ്ടിലും എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലുമായി മാസം മാസം കൊടുത്തിരുന്നത്. 5 ലക്ഷം രൂപ വീണ വിജയന്റെ അക്കൗണ്ടിലും 3 ലക്ഷം രൂപ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലും കൊടുത്തിരുന്നത്. അങ്ങനെ 1,72,00,000 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂടാതെ 50 ലക്ഷം രൂപ 2 തവണയായി CMRL കർത്തയും അദ്ദേഹത്തിന്റെ ഭാര്യയും ഉടമകളായിട്ടുള്ള എൻപവർ ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്ന് വീണ വിജയന് മാസം ഒരു വായ്പയായി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചടച്ചത് CMRലിൽ നിന്ന് കിട്ടുന്ന മാസപ്പടി കൊണ്ടായിരുന്നു എന്നുള്ള വിചിത്രമായ വാദഗതികളും നിരത്തിയിട്ടുണ്ട്. എന്തായാലും 1600 കോടി രൂപയുടെ കരിമണൽ ഖനനം ചെയ്യുന്നതിന് വേണ്ടി കേവലം 1,72,00,000 രൂപയോ അല്ലെങ്കിൽ 50 ലക്ഷം രൂപ എക്സ്ട്രാ കൊടുത്തത് അല്ല CMRL യഥാർത്ഥത്തിൽ പിണറായി വിജയന് നൽകിയിരിക്കുന്ന പാരിതോഷികം അല്ലെങ്കിൽ പ്രതിഫലം എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷിക്കപ്പെടുന്നത്. തീർച്ചയായും അതിൻ്റെ ഒരു 10% തുകയെങ്കിലും, അതായത് 100 കോടി രൂപയെങ്കിലും പിണറായി വിജയന് CMRL നൽകിയിട്ടുണ്ടാവും. ആ രൂപ എങ്ങനെയാണ് വിദേശ ബാങ്കുകളിലേക്ക്, അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കുകളിലേക്ക് അടക്കം കടത്തിയിട്ടുണ്ടാവുക എന്നുള്ളതിന് സ്വപ്ന സുരേഷ് നേരത്തെ തന്നെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ബിഷപ്പായിരുന്ന അന്തരിച്ച യോഹന്നാൻ മുഖേനയാണ് വിദേശ അക്കൗണ്ടുകളിലേക്ക്, ബാങ്കുകളിലേക്ക് പിണറായി വിജയനും മുൻ CPMന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന മൺമറഞ്ഞ കോടിയേരി ബാലകൃഷ്ണനും കൂടി ഈ തുകകളെല്ലാം മാറ്റം ചെയ്തിരുന്നത് എന്ന് സ്വപ്ന സുരേഷ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലേക്ക് അടക്കം EDയുടെ അന്വേഷണം കടന്നു ചെല്ലുന്നു. അതിന് വിദേശ മന്ത്രകാര്യാലയത്തിന്റെ സഹായം തേടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ വരുന്ന 12-ാം തീയതി വെള്ളിയാഴ്ച വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം ദുഃഖ വെള്ളിയാഴ്ചയായി മാറുന്നു എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ വീണ വിജയന് വേണ്ടി വന്നാൽ ഈ കേസിൽ തടസ്സ ഹർജിയുമായി സുപ്രീം കോടതിയിലേക്ക് പോകാൻ സാധിക്കും. അതായത് കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി, മുൻ മന്ത്രി തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചപ്പോൾ അദ്ദേഹം ഇതുപോലെ കോടതിയിൽ പോയി ഒരു സ്റ്റേ ഹർജി വാങ്ങിയുണ്ടായി, തടസ്സ ഹർജി വാങ്ങിയുണ്ടായി. ഇതുപോലെ വീണ വിജയനും ഒരു വേള ED ചോദ്യം ചെയ്യലിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി മേൽക്കോടതികൾ സമീപിക്കാൻ സാധിക്കും എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും അതിനുള്ള സാധ്യതകൾ, അത്തരം കോടതിയിലേക്ക് പോയാൽ പോലും വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതിനുള്ള സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും
ഈ വരുന്ന വെള്ളിയാഴ്ച 12-ാം തീയതി വീണാ വിജയനെ സംബന്ധിച്ചിടത്തോളം നിർണായകം തന്നെയായിരിക്കും. ചോദ്യം ചെയ്യലിന് വീണാ വിജയൻ എത്തുകയാണെങ്കിൽ ചോദ്യം ചെയ്യൽ നീളുമ്പോൾ തൃപ്തികരമായ ഉത്തരങ്ങളല്ല കൊടുക്കുന്നത് എങ്കിൽ തീർച്ചയായും വീണാ വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് പറയപ്പെടുന്നു. ഇനിയിപ്പോൾ വീണാ വിജയൻ ചോദ്യം ചെയ്യലിന് ഏതെങ്കിലും കാരണവശാൽ അസുഖമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കാണിച്ച് ചോദ്യം ചെയ്യലിന് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ED വീണ്ടും സമൻസ് അയക്കും. സമൻസ് അയച്ചിട്ട് കൈപ്പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അറസ്റ്റ് പോലുള്ള നടപടികൾ നേരിട്ടുണ്ടാകും എന്നൊക്കെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ നടക്കുക? CPM അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നു, പിണറായി വിജയനും വെട്ടിലായിരിക്കുന്നു എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്ത് നടക്കും ഇല്ല എന്നുള്ളത് നമുക്ക് വെള്ളിയാഴ്ച വരെ കാത്തിരിക്കും.